യേശുവേ സ്വസ്ത്രം. എൻ്റെ പേര് ലില്ലി. ഞാൻ കല്ലൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 29 വർഷമായിട്ട് മൂലക്കുരിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദമൊക്കെ ചെയ്തു. അധികം കുറയണില്ല. പിന്നെ എല്ലാ മരുന്നും നിർത്തി. കഴിഞ്ഞ ആഗസ്റ്റിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ മൂലക്കുരു മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാ മാറിയെന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ നാളായിട്ട് എനിക്ക് തന്നെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ഭയങ്കര വേദനയും വിഷമങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ വിചാരിച്ചു ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ പറയണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി. ഞാൻ വീട്ടിൽ ചെന്ന് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച എനിക്ക് ഭയങ്കര വേദനകളും അസ്വസ്ഥതകളും തുടങ്ങി. ഞാൻ പിന്നെ വീണ്ടും വിചാരിച്ചു അടുത്ത മാസം പോകുമ്പോൾ എന്തായാലും ഞാൻ പറയാം, എൻ്റെ ഈശോയെ എനിക്കിത് മാറ്റി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്നിട്ടില്ല. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറഞ്ഞ് വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത് കേട്ടോ. ചേച്ചിക്ക് 29 വർഷമായിട്ടുള്ള രോഗമാണ് ഈ മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് എന്ന രോഗം. ഇത് വളരെ ചിലർക്ക് വളരെ തീവ്രമായി തീരും. അത് വളരെ ഒരു പൊട്ട രോഗമാണ്. അത് പെട്ടെന്ന് മാറില്ല. ചിലർക്ക് ഓപ്പറേഷൻ ചെയ്യുക, അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ അങ്ങനത്തെ ഒരു രോഗപീഠയാണ്. അതിവിടെ വന്നപ്പോൾ മാറിക്കിട്ടി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ആ ചേച്ചി ഇവിടെ വന്നത്. അതെങ്ങനെയോ ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് സംഭവം മാറിക്കിട്ടി. ആ ചേച്ചിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പോൾ അത് മാറിയിട്ട് ഏകദേശം എത്ര നാളായി? 10 മാസം കഴിഞ്ഞു. ആ ചേച്ചി സാക്ഷ്യം പറയാൻ വന്നില്ല. പല പ്രാവശ്യം പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു, സാക്ഷ്യം പറയ്. പക്ഷേ പല പ്രാവശ്യം ഇവിടെ വന്ന സമയത്തും സാക്ഷ്യം പറയാൻ തോന്നിച്ചെങ്കിലും അത് പറഞ്ഞില്ല. പല പ്രാവശ്യം ഇങ്ങനെ ആത്മാവ് പ്രേരിപ്പിച്ചിട്ടും അതിലേക്ക് വന്നില്ല. എന്നിട്ട് തിരിച്ചു പോയി. ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് വീട്ടിൽ ചെന്നു. സാക്ഷ്യം പറയാതെ ദേ ആ പോയ രോഗം തിരിച്ചു വന്നു. കണ്ടോ, മനസ്സിലായോ? അത് എത്രയോ പ്രാവശ്യം ഇവിടുന്ന് നമ്മൾ പറയുന്നൊരു കാര്യമാണ്. നമ്മൾ അനുഗ്രഹം കിട്ടിയിട്ട് പറയുന്നില്ലെങ്കിൽ ആ അനുഗ്രഹം കർത്താവ് തിരിച്ചെടുക്കും. ഈ ചേച്ചി വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവെ മാപ്പാകണേ, അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആൾക്കാരെ കയറി ഇത് പറയും. ആ പറഞ്ഞോടുകൂടി അത് മാറിപ്പോയി. കണ്ടോ, വീട്ടിൽ അതുപോലെ പല്ലി ശല്യം ഭയങ്കരമായിരുന്നു. ഞാൻ ഒലിവ് ഓയിലും പിന്നെ ഭൂതോഷണ വസ്തുക്കൾ കൊണ്ടുപോകാറുണ്ട്. ഉപ്പ്, കല്ലുപ്പ് എന്നും വെതറിടാറുണ്ട്. വീട്ടിൽ അതുപോലെ ആഫ്രിക്കൻ വെച്ച് കുറേശ്ശെ വരുന്ന തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ അയലക്കത്ത് നിറച്ചുണ്ട്. പക്ഷെ വീട്ടിലേക്ക് ഓരോന്ന് നോടിയപ്പോൾ ഞാൻ ആഫ്രിക്കൻ വെച്ച് അത് വീട്ടിൽ വന്നോണ്ട് ഞാൻ വേഗം കല്ലുപ്പ് കൊണ്ടിട്ട് തുടങ്ങി. വീട്ടിലേക്ക് പതിക്കില്ല, ഓരോന്നും ഇടയ്ക്ക് കാണുന്നുള്ളൂ. പല്ലിശല്യം നന്നായിട്ട് പല്ലിശല്യം പോയി. എന്നും പ്രാർത്ഥന എത്തിക്കുമ്പോൾ രൂപത്തിൻ്റെ അവിടെ എന്നും തിരുഹൃദയത്തിൻ്റെ രൂപത്തമ്മയാണ് അധികം പല്ല് വന്നിരിക്കുക. അപ്പം ഞാൻ എന്നും ഈ തിരുഹൃദയത്തമ്മ ഈ പല്ല് വന്നിരിക്കുക, ഇത് പോണില്ലല്ലോ, നമ്മളെ നിറച്ചിട്ടും പോണില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ബന്ധനം പ്രാർത്ഥന പുസ്തകം വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബന്ധന പ്രാർത്ഥന പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയി. അത് വായിച്ചു തുടങ്ങി. ഇതൊക്കെ തെളിച്ച് അന്നവെള്ളം തെളിച്ച് കല്ലുപ്പൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ അത് പല്ലി ശല്യം തീർത്തും പോയി. നന്ദി പറയാം. ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിടുകയാണ്.